ഹായ് ഓൾ. നമ്മളിപ്പോൾ ഓൾറെഡി പ്രീ സ്ട്രെസ്സിൻ്റെ 2 ലോസസ് പഠിച്ചു. ഇനി മൂന്നാമത്തെ ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ഇത് IS 1343 2012 പേജ് നമ്പർ 2425 ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് പറയുന്നത്. അതിൻ്റെ ക്ലോസ് എന്ന് പറയുന്നത് 19.5.2.1 ഓക്കെ, അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. അപ്പം ക്രീപ്പ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ട് ഈസ് മെൻ ബൈ ക്രീപ്പ്, അല്ലെങ്കിൽ ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്ട്രെയിൻ എങ്ങനെയാണ് ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് വരുന്നത്. ഓക്കെ, ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം അല്ലേ, സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം ഉണ്ടാവുന്ന സ്ട്രെയിനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സസ്റ്റെയിൻഡ് ആയിട്ട് അല്ലേ, ഒരു ലോഡ് ഒരേ സ്ഥലത്ത് തന്നെ കുറേ വർഷക്കാലം അല്ലെങ്കിൽ കുറേ സമയം അല്ലേ, കുറേ നാളുകൾ ഇരിക്കുമ്പോൾ അവിടെ തന്നെ അത് ആക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കാം, അവിടെ ചെറിയൊരു ആ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാം അല്ലേ, സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം. അതാണ് ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്രീപ്പ് ഈസ് ദ സ്ട്രെയിൻ കോസ്ഡ് ഇൻ കോൺക്രീറ്റ് ഡ്യൂ ടു സസ്റ്റെയിൻഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്ട്രെസ് ഓവർ എ പീരീഡ് ഓഫ് ലോങ് ടൈം. അപ്പം കുറേ നാൾ അല്ലേ, കുറേ വർഷമോ അപ്പോൾ കുറേ നാളുകൾ ഒരു ലോഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനാണ് ക്രീപ്പ് സ്ട്രെയിൻ. ഓക്കെ, വേറൊരു സ്ട്രെയിൻ നമ്മൾ പഠിച്ചു, ശ്രിങ്കേജ് സ്ട്രെയിൻ അല്ലേ. അതെന്തുകൊണ്ടായിരുന്നു? ആ കോൺക്രീറ്റിൻ്റെ അകത്തിരിക്കുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് ലോസ് ആവുന്നത് കൊണ്ട് കോൺക്രീറ്റ് ഒന്ന് ഷ്രിങ്ക് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനാണ് ശ്രിങ്കേജ് സ്ട്രെയിൻ. അപ്പോൾ ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻഡ് ആയിട്ട് ലോഡ് ആക്ട് ചെയ്തത് കാരണം അല്ലേ, ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ സസ്റ്റെയിൻഡ് ആയിട്ട് വളരെ കാലം ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആ ലോഡ് മുഖേന ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനാണ് ക്രീപ്പ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിലുള്ള ക്രീപ്പ് സ്ട്രെയിൻ എങ്ങനെയായിരിക്കും വരിക? അതിലുള്ള സസ്റ്റെയിൻഡ് ലോഡിങ് ഏതാ? അതായത് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെ എന്താണ്, ഒരു സസ്റ്റെയിൻഡ് ലോഡിങ് ആണ്, വളരെ കാലം ഈ ഒരു സ്ട്രക്ചറിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡാണ്. ക്ലിയർ ആയോ? അതായത് പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ ഈ സസ്റ്റെയിൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെയാണ്. കാരണം രണ്ട് സൈഡിൽ നിന്നും കംപ്രസീവായിട്ട് അത് കുറേ കാലത്തേക്ക് ആ ലോഡ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ സസ്റ്റെയിൻഡ് ആയിട്ട് അല്ലേ. എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് നമ്മൾ ഇനീഷ്യലി പ്രീസ്ട്രെസ്സിങ് ചെയ്തപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് തന്നെ ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല, അത് ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സസ്റ്റെയിൻഡ് ലോഡ് എന്ന് പറയുന്നത് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, അതായത് പ്രീസ്ട്രെസ് കോൺക്രീറ്റിൽ വരുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് സസ്റ്റെയിൻഡ് ലോഡ് അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ വളരെ കാലം ഈ ഒരു ഫോഴ്സ്, ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ആക്ട് ചെയ്തത് കൊണ്ട് അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യും? സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചേഞ്ച് ഇൻ ഷേപ്പ് സംഭവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്തിൽ ചെറിയൊരു ഡിക്രീസ് ഉണ്ടാവും കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്തത് കാരണം. എന്തുകൊണ്ട്? സസ്റ്റെയിൻഡ് ആയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് ആക്ട് ചെയ്തത് കൊണ്ട് കോൺക്രീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവും. ഓക്കെ, പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഷ്രിങ്ക് ആവും. അപ്പോൾ അതിന് പറയുന്നതാണ് ക്രീപ്പ്. ആ പ്രീസ്ട്രെസ്സിങ് കോൺക്രീറ്റിലുള്ള അല്ലെങ്കിൽ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിലുള്ള ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ ക്രീപ്പ് കാരണം കോൺക്രീറ്റ് ഷോർട്ടൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഷോർട്ടൻ ചെയ്യുമ്പം ആ ഷോർട്ടനിങ് ആവുന്നതിനൊപ്പം നമ്മുടെ ഈ സ്റ്റീലും, അതായത് ഈ ടെൻഡൻസും എന്ത് ചെയ്യും? ഷോർട്ടൻ ആവും. അപ്പോൾ ടെൻഡൻസ് ഷോർട്ടൻ ആകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൽ ഒരു ചെറിയ കുറവുണ്ടാവും, അല്ലെങ്കിൽ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന ആ പ്രീസ്ട്രെസ്സിന്ന് ഒരു ചെറിയൊരു പോർഷൻ എന്തായിട്ടുണ്ടാവും? ലോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അതായത് ക്രീപ്പ് കാരണം ലോസ് ആയിട്ടുണ്ടാവും. അതായത് ക്രീപ്പ് മുഖേന കോൺക്രീറ്റ്, അതായത് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആണ് ഇതിൽ സസ്റ്റെയിൻഡ് ലോഡ് എന്ന് പറയുന്നത്. ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന ഈ വളരെ നാൾ ആക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഈ കോൺക്രീറ്റ് ഒന്ന് ഷ്രിങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കോൺക്രീറ്റിലൊന്ന് ആ കോൺക്രീറ്റ് മെമ്പറിൽ എന്ത് ചെയ്യും? ചെറിയൊരു ലെങ്ത്തിൽ ചേഞ്ച് വരും. ഓക്കെ, ആ ലെങ്ത്തിൽ ചേഞ്ചിനനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ടെൻഡൻസിലും ആ ലെങ്ത്തിൽ ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സിൽ ഒരു ചെറിയൊരു കുറവ് വരും. അങ്ങനെ പിന്നെ ഈ ടെൻഡൻസിൽ ചെറുതാകുമ്പോൾ ആ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രീസ്ട്രെസ്സിൽ ചെറിയൊരു കുറവ് വരും. അപ്പോൾ ആ കുറവാണ് ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇൻ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് ദ സസ്റ്റെയിൻഡ് സ്ട്രെസ് ഈസ് ദ പ്രീസ്ട്രെസ് വിച്ച് കോസസ് ക്രീപ്പ് ഷോർട്ടനിങ്.
ഓക്കെ, അപ്പം പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ സസ്റ്റെയിൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത് ഈ പ്രീസ്ട്രെസ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സസ്റ്റെയിൻഡ് ലോഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, വിച്ച് കോസസ് ക്രീപ്പ് ഷോർട്ടനിങ്. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ആർ. അപ്പം ഈ ക്രീപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി, രണ്ട് എത്ര നാൾ ആ ലോഡ് ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഈ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റിലേക്ക് ആക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഡ്യൂറേഷൻ ഓഫ് അപ്ലൈഡ് ലോഡിങ് ആൻഡ് ദ ഏജ് ഓഫ് കോൺക്രീറ്റ് വെൻ ലോഡിങ്. അതായത് ഇതിൽ ഫസ്റ്റ് ആ ലോഡ് ആക്ട് ചെയ്ത് തുടങ്ങിയത് കോൺക്രീറ്റ് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അതിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ ഏജ് ഇപ്പോൾ 28 ഡേയ്സ് ആണോ അല്ലെങ്കിൽ 14 ഡേയ്സിൽ ലോഡ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ആ കോൺക്രീറ്റ് ആ ലോഡ് എടുക്കാൻ തുടങ്ങിയ ഏജ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ക്രീപ്പ് ഓഫ് കോൺക്രീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന? ഒന്ന് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി. ഓക്കെ, അതായത് ഈ സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം ഇതിൽ വരുന്ന ഷേപ്പ് ചേഞ്ച് അല്ലെങ്കിൽ ഇതിൽ വരുന്ന ആ ലെങ്ത്തിൽ വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷനിൽ വരുന്ന ആ കുറവ് എന്തൊക്കെ കൊണ്ട് വരുന്നതാണ്, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ആ അപ്ലൈഡ് ലോഡിൻ്റെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ആ കോൺക്രീറ്റിലേക്ക് ലോഡ് കൊടുക്കുമ്പം ആ കോൺക്രീറ്റ് എത്ര ദിവസം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ കോൺക്രീറ്റിൽ വരുന്ന ക്രീപ്പ് സ്ട്രെയിനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ക്രീപ്പ് സ്ട്രെയിൻ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ തിയറി ക്ലിയർ ആയോ? അപ്പോൾ ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ആ ക്രീപ്പ് കാരണമുള്ള ലോസ് കണ്ടുപിടിക്കാൻ നമ്മളെ കോഡ് പറയുന്ന ഇക്വേഷനാണിത്. നിങ്ങൾ ആ 19.5.2.1 വായിച്ച് നോക്കിയാൽ മതി. അതിൽ പറയുന്നത് ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് സ്റ്റീൽ ആൻഡ് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ്. ഓക്കെ, അപ്പം എവിടെയാണോ ഈ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന ക്രീപ്പ് സ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റാണ്? ആ ടെൻഡൻസ് ആക്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോർഷൻ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ ഇൻ ടു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് പ്രീസ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ ES എന്ന് പറഞ്ഞ് എഴുതാം ഇൻ ടു എപ്സിലോൺ UC, അതായത് അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്, എപ്സിലോൺ UC. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ES നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് തന്നില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്ത് എഴുതാം 2 × 10⁵ Nm/mm². ഓക്കെ, ഇനി എപ്സിലോൺ UC എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വേർ എപ്സിലോൺ UC ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ക്രീപ്പ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. എപ്സിലോൺ UC ഈസ് ഈക്വൽ ടു ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് φ ഇൻറ്റു ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ. ഓക്കെ, അതായത് ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, ഏത് സ്ഥലത്താണോ, ഏത് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ, അതായത് ആ പ്രീസ്ട്രെസ്സിങ് ടെൻഡൻ ആക്ട് ചെയ്യുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പം എപ്സിലോൺ UC എന്ന് പറയുമ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് ഇൻറ്റു ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ. അപ്പോൾ ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ എവിടെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. IS 456 പേജ് നമ്പർ 16 ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, 6.2.5.1 ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, അവിടെ ഏജറ്റ് ലോഡിങ് അല്ലേ, എത്ര കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ലോഡിങ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സസ്റ്റെയിൻഡ് ലോഡ് ആക്ട് ചെയ്യാൻ തുടങ്ങിയത് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്തിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണെന്നുള്ളതാണ് ഏജറ്റ് ലോഡിങ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 7 days ലോഡിങ് ആണെങ്കിൽ 7 days കഴിഞ്ഞിട്ടാണ് ലോഡിങ് കൊടുത്തു തുടങ്ങിയതെങ്കിൽ അല്ലെങ്കിൽ ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ 2.2. 28 daysലാണെങ്കിൽ 1.6 അല്ലേ, 1 year കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സസ്റ്റെയിൻഡ് ലോഡ് കൊടുത്തു തുടങ്ങി അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ലോഡ് ഇതിലേക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങിയതെങ്കിൽ അതിൻ്റെ വാല്യൂ 1.1 ആണ് 1 yearലാണെങ്കിൽ. ഓക്കെ, മിക്കവാറും നിങ്ങൾക്ക് ക്രീപ്പ് കോഎഫിഷ്യൻ്റെ വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റിൽ മിക്കവാറും തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വാല്യൂ എടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് എടുക്കാം. എത്ര ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ലോഡിങ് എന്നുള്ളത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് IS 456 എന്ന് എടുക്കാം. ഓക്കെ, 456 ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് 5 എവിടെ നിന്നാണ് കിട്ടുന്നതെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു FC/EC.
ഓക്കെ, അപ്പോൾ എഫ് സി എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. ഓക്കെ, എഫ് സി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഓൾറെഡി അറിയാം അല്ലേ? എഫ് സി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പോൾ എഫ് സി എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് മുഖേന എവിടെയാണോ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺക്രീറ്റിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ് എഫ് സി. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു എഫ് സി ബൈ ഇ സി. എഫ് സി എന്ന് പറയുന്ന സ്ട്രെസ് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിൻ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ എഫ് സി ബൈ ഇ സി ആണ് ഇനീഷ്യൽ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ്. അപ്പം ക്രീപ്പ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കോഡിന്ന് കിട്ടും, അല്ലെങ്കിൽ ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എപ്സിലോൺ യു സി എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലേ? ദെർഫോർ എപ്സിലോൺ യു സി ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എഫ് സി ബൈ ഇ സി. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്തായിരുന്നു? എപ്സിലോൺ യു സി ഇൻറ്റു ഇ എസ് ആണ് അല്ലേ? ഇ എസ് ആയിരുന്നു അല്ലേ? യങ്സ് മോഡൽസ് ഓഫ് സ്റ്റീലാണ്. എപ്സിലോൺ യു സി ഇൻറ്റു ഇ എസ്. അപ്പം നമുക്ക് ആ ഇക്വേഷനിലേക്ക് പോവാം. ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഈസ് ഈക്വൽ ടു ഇ എസ് ഇൻറ്റു എപ്സിലോൺ യു സി, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എഫ് സി ബൈ ഇ സി. ഓക്കെ, അപ്പോൾ ഇ എസ് ബൈ ഇ സി എന്ന് പറഞ്ഞാൽ എന്താ? ഇ എസ് ബൈ ഇ സി മോഡുലാർ റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ ഇ എസ് ബൈ ഇ സി എന്നുള്ളത് നമുക്ക് എം എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് എം ഇൻറ്റു 5 ഇൻറ്റു എഫ് സി എന്നുള്ളതാണ്. അപ്പോൾ 5 നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം, എം ഇൻറ്റു എഫ് സി നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ് അല്ലേ? ഫസ്റ്റ് ലോസ് കണ്ടുപിടിക്കുമ്പോൾ എം ഇൻറ്റു എഫ് സി ആണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ലോസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റിൽ എം ഇൻറ്റു എഫ് സി ആണ്. ഇതിൽ ക്രീപ്പ് കാരണം ഒരു എക്സ്ട്രാ ഒരു ടേം വരുന്നുണ്ട്, ക്രീപ്പ് കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് 5. ഓക്കെ, അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 5 ഇൻറ്റു എഫ് സി. അപ്പോൾ 5 എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? IS 456 2000 പേജ് നമ്പർ 16 ക്ലോസ് 6.2.5.1. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്രീപ്പ് കാരണം പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ വരുന്ന ലോസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ 120 mm വൈഡ് ആൻഡ് 300 mm ഡീപ്പ്. അപ്പം റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ഒരു കോൺക്രീറ്റ് ബീമാണ്. ബി എന്ന് പറയുന്നത് 120 mm, ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് 300 mm. ഓക്കെ, ഈസ് പ്രീ സ്ട്രെസ്ഡ് ബൈ 6 വയേഴ്സ് ഓഫ് 6 mm ഡയമീറ്റർ. അപ്പോൾ നമുക്ക് ആ വയേഴ്സിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? ഓക്കെ, 6 ഇൻറ്റു പൈ ഇൻറ്റു 6² ഡിവൈഡ് ബൈ 4. അപ്പോൾ ആ 6 വയേഴ്സിൻ്റെ ഏരിയ ആയി. പ്രൊവൈഡ് ദറ്റ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 55 mm. അപ്പോൾ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 55 mm ആണ്. അപ്പോൾ ഈ റെക്ടാങ്കുലർ ബീമിൻ്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ വയേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് 55 mm ആണ്. ഓക്കെ, ഇത് ഇനീഷ്യൽ സ്ട്രെസ് ഇൻ ദ വയർ ഈസ് 1150 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് 1150 ആണ്. ഇനീഷ്യലി ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിലേക്ക് വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 1150 ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന ലോസാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. അപ്പം ക്രീപ്പ് കൊണ്ട് മാത്രമുള്ള ലോസാണ് കണ്ടുപിടിക്കേണ്ടത്. ടേക്ക് ഇ എസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇ സി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ആൻഡ് ക്രീപ്പ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോൺക്രീറ്റ് ആസ് 1.5. അപ്പോൾ 5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി, ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1.5. ഫൈൻഡ് ഓൾസോ ദ പെർസെൻറ്റേജ് ലോസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ പെർസെൻറ്റേജ് ലോസും കൂടി കണ്ടുപിടിക്കണം. അപ്പം ക്രീപ്പ് കാരണമുള്ള ലോസ് കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ പെർസെൻറ്റേജ് ലോസും കൂടി കണ്ടുപിടിക്കണം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സിമ്പിളാണ്. ഫസ്റ്റ് നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ബി ഈസ് ഈക്വൽ ടു 120 mm, ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു 300 mm, നമ്പർ ഓഫ് വയേഴ്സ് ഈസ് ഈക്വൽ ടു 6, ഡയമീറ്റർ ഓഫ് വയേഴ്സ് ഈസ് ഈക്വൽ ടു 6 mm, ഏരിയ ഓഫ് വയേഴ്സ് ഈക്വൽ ടു 6 ഇൻറ്റു പൈ ഇൻറ്റു 6² ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ 169.646 mm² കിട്ടും. ഇ ഈസ് ഈക്വൽ ടു 55 mm എക്സെൻട്രിസിറ്റി. ഇനീഷ്യൽ പ്രീ സ്ട്രെസ് സിഗ്മ ഈസ് ഈക്വൽ ടു 1150 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ES is equal to 2 into 10⁵ Newton per millimeter square. EC is equal to 3 into 10⁴ Newton per millimeter square. Creep coefficient phi is equal to 1.5. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ലോസ് കണ്ടുപിടിക്കാം. ലോസ് കണ്ടുപിടിച്ചിട്ട് പെർസെൻറ്റേജ് ലോസും കണ്ടുപിടിക്കാം. അപ്പോൾ ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അത് എഴുതാം. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു 5 ഇൻറ്റു എഫ് സി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എം കണ്ടുപിടിക്കാം. മോഡുലാർ റേഷ്യോ എം ഈസ് ഈക്വൽ ടു ഇ എസ് ബൈ ഇ സി. ഇ എസിൻ്റെ വാല്യൂ 2 ഇൻറ്റു 10⁵.
സിൻ്റെ വാല്യൂ 3 × 10⁴ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6.6667 കിട്ടും മോഡുലാർ റേഷ്യോ. ഇനി നമുക്ക് ഫൈയും എഫ് സിയും. ഫൈ നമുക്ക് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, 1.5 ആണ്. അപ്പോൾ അതും ഓക്കെയാണ്. ഇനി എഫ് സി വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. ആ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റീൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രീ സ്ട്രെസ്സാണ് കോൺക്രീറ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ സ്ട്രെസ്സാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. എഫ് സി വാല്യൂ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ഇലാസ്റ്റിക് ഷോർട്ടനിങ്ങിൻ്റെ ടോപ്പിക്കിൽ കണ്ടുപിടിച്ച അതേ കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. പ്രീ സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ, എഫ് സി. എഫ് സിൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു, ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? പ്രൊവൈഡഡ് അറ്റ് ആൻ എക്സെൻട്രിസിറ്റി ഓഫ് 55 mm എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം താഴോട്ടാണ്. ഓക്കെ, അപ്പോൾ ആ 55 mm മാറിയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബോട്ടത്തിലാണ്, ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ടാണ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴോട്ടുള്ള ഇക്വേഷൻ എഫ് സി ഈസ് ഈക്വൽ ടു P/A + PE/I. കാരണം പ്രീസ്ട്രെസ് ഫോഴ്സ് താഴെ ആക്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ P/A എന്ന് പറയുന്ന ടേം ഓൾറെഡി ഡയറക്റ്റ് കംപ്രഷനാണ്. അതുപോലെ PE/I എന്ന് പറയുന്ന ടേമും ബോട്ടത്തിൽ കംപ്രഷനും ടോപ്പിൽ ടെൻഷനുമാണ്. അപ്പം ബോട്ടത്തിൽ കംപ്രഷൻ ആയതുകൊണ്ട് പ്ലസ് PE/I. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസിങ് ഫോഴ്സ്. ഡയറക്റ്റ് സ്ട്രെസ് ഡ്യൂ ടു പ്രീസ്ട്രെസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് P/A. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് P ആദ്യം കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ പ്രീസ്ട്രെസിങ് ഫോഴ്സ് P ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഏരിയ ഓഫ് വയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്ട്രെസ് P ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ സ്ട്രെസ് 1150 ഇൻറ്റു ഏരിയ ഓഫ് വയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 169.646. അപ്പോൾ P എന്ന് പറയുന്നത് 1150 ഇൻറ്റു 169.646 ചെയ്ത് കഴിഞ്ഞാൽ 195,092.9 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്ന P ഈസ് ഈക്വൽ ടു കിലോ ന്യൂട്ടണിലേക്ക് മാറ്റിയാൽ 195.09 കിലോ ന്യൂട്ടൺ P കിട്ടി. ഇനി എ കണ്ടുപിടിക്കണം അല്ലേ? ഡയറക്റ്റ് സ്ട്രെസ് കിട്ടുകയാണെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് കോൺക്രീറ്റ് എ ഈസ് ഈക്വൽ ടു 120 × 300. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 36,000 mm² കിട്ടി. അപ്പോൾ ഡയറക്റ്റ് സ്ട്രെസ് P/A ഈസ് ഈക്വൽ ടു 195.09 × 10⁻³ ഡിവൈഡഡ് ബൈ 36,000. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ P/A ഈസ് ഈക്വൽ ടു 5.419 Nm/mm² കിട്ടും. ഇനി പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് കാരണമുള്ള ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കണം. ഡയറക്റ്റ് സ്ട്രെസ് നമുക്ക് കിട്ടി. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ PE/I ആണ് ഇക്വേഷൻ. അപ്പോൾ Y എന്ന് പറയുന്നത് 55 ആണ്. ഓക്കെ, അതായത് ന്യൂട്രൽ ആക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണുള്ളത് ആ ഒരു സ്റ്റീൽ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം Y ഈസ് ഈക്വൽ ടു 55 ആണ്, 55 mm. I ഈസ് ഈക്വൽ ടു BD³ ഡിവൈഡ് ബൈ 12. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് P അറിയാം, E അറിയാം, Y അറിയാം. അതിന് I മാത്രമേ വേണ്ടൂ. അപ്പം BD³ ബൈ 12. അപ്പോൾ 120 × 300³ ഡിവൈഡ് ബൈ 12 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 270 × 10⁻⁶ mm/4. ഓക്കെ, നിങ്ങൾക്ക് ഇയും വൈയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമല്ലോ അല്ലേ? ഇ എന്ന് പറയുന്നത് എക്സെൻട്രിസിറ്റി, അതായത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് സെൻട്രോയിഡ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയാം. അതായത് ഇ എന്ന് പറയുന്നത് ഇപ്പം ടോപ്പിൽ ഒരു 3 വയേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, ബോട്ടത്തിൽ ഒരു 6 വയേഴ്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ രണ്ട് സ്ഥലത്തും ആക്ട് ചെയ്യുന്ന അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എവിടെയായിരിക്കും എന്നുള്ളത്, അതായത് അതിൻ്റെ സെൻട്രോയിഡ് ടോപ്പിലും ബോട്ടത്തിലൊക്കെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷനിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റിലായിരിക്കും. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിലേക്കുള്ള, അതായത് ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡിലേക്ക് നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? അതായത് കോൺക്രീറ്റ്, അത് ഇപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. അപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡ് നിന്ന് ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ 2 സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സെൻട്രോയിഡ് എവിടെയാണെന്നുള്ള പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡ് എവിടെയാണെന്നുള്ള കണ്ടുപിടിക്കണം. ഓക്കെ, Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. മറ്റേത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, Y എന്ന് പറയുന്നത് ഈ വയേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ കേബിൾസിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. I ഈസ് ഈക്വൽ ടു BD³ ബൈ 12 നമ്മൾ കണ്ടുപിടിച്ചു, 270 × 10⁻⁶ mm/4. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബെൻഡിങ് സ്ട്രെസ് ഡ്യൂ ടു പ്രീ സ്ട്രെസ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു PE/I. ദാറ്റ് ഈസ് ഈക്വൽ ടു 195.09 × 10⁻³
ഇൻറ്റു 55 ഇൻറ്റു 55, ഇയും വൈയും 55 ആണ്, ഡിവൈഡ് ബൈ 270 ഇൻറ്റു 10⁶. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2.185 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ എഫ് സി എന്ന് പറയുന്നത് P/A പ്ലസ് PE/I ചെയ്ത് കഴിഞ്ഞാൽ 7.604 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ കിട്ടും. അപ്പോൾ എഫ് സി നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് M ഇൻറ്റു 5 ഇൻറ്റു എഫ് സി ആണ്. അപ്പോൾ ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു M ഇൻറ്റു 5 ഇൻറ്റു എഫ് സി. എഫ് എസ് ഈസ് ഈക്വൽ ടു, അതായത് ലോസ് എഫ് എസ് ഈസ് ഈക്വൽ ടു M എന്ന് പറയുന്ന 6.6667 ഇൻറ്റു 5 എന്ന് പറയുന്ന 1.5, എഫ് സി എന്ന് പറയുന്ന 7.604. അപ്പോൾ എഫ് എസ് ലോസ് ഈസ് ഈക്വൽ ടു 76.04 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പം ഇവിടെ വരുന്ന ക്രീപ്പ് കാരണം വരുന്ന ലോസ് എന്ന് പറയുന്നത് 76.04 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇനി പെർസെൻറ്റേജ് ലോസും കൂടി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ്. അപ്പോൾ ഇനീഷ്യലി എത്രയാണ് അതിലേക്ക് ഉണ്ടായിരുന്ന പ്രീ സ്ട്രെസ്, അല്ലെങ്കിൽ എത്രയായിരുന്നു പ്രീ സ്ട്രെസ്? 1150 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലേ ഇനീഷ്യൽ സ്ട്രെസ്. അപ്പം ആ ഇനീഷ്യൽ സ്ട്രെസ് എന്നാണ് 76.04 ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് എന്ന് പറയുമ്പോൾ 76.04 ഡിവൈഡഡ് ബൈ 1150 ഇൻറ്റു 100 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 6.6% കിട്ടും. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് 6.6%. ഓക്കെ, പ്രോബ്ലം ക്ലിയർ ആയോ? ക്രീപ്പിൻ്റെ ടോപ്പിക്ക് ക്ലിയർ ആയല്ലോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലോസിലേക്ക് പോവാം. ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ. ഇതിനെപ്പറ്റി പറയുന്നത് IS 1343/2012 പേജ് നമ്പർ 25 19.5.2.3 എന്ന് പറയുന്ന ക്ലോസിലാണ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീലിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നാലാമത്തെ ലോസായ റിലാക്സേഷൻ ലോസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർക്ക് കുറേ ചെയ്യുകയാണെങ്കിൽ അല്ലേ, നമ്മളൊന്ന് എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യും അല്ലേ. കുറേ സമയം ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ റിലാക്സേഷൻ ലോസിൻ്റെ കേസ് നമുക്ക് സ്റ്റീലിൽ പറയാനായിട്ട് പറ്റും. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് വലിച്ച് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചത് പഴയ പൊസിഷനിലേക്ക് തന്നെ വരും അല്ലേ. ഇപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അതേ റബ്ബർ ബാൻഡ് തന്നെ നിങ്ങൾ വലിച്ചിട്ട് കുറേ നാൾ അതേപോലെ തന്നെ വെച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന റബ്ബർ ബാൻഡ് കുറേ നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് നിങ്ങൾ അഴിച്ചു കഴിഞ്ഞാലും അത് ആ ഒരു പഴയ പൊസിഷനിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അങ്ങനെയല്ലേ? അതായത് ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ച് വെച്ച് കുറേ നാൾ അതേപോലെ വലിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലേക്ക് പോവില്ല അല്ലേ. ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഉടനെ തന്നെ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മളത് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് പഴയ പൊസിഷനിലേക്ക് പോകും. പക്ഷേ വലിച്ച് നമ്മളിപ്പം കുറേ നാൾ, ഇപ്പോൾ 1 മാസം 2 മാസമൊക്കെ നമ്മൾ ആ റബ്ബർ ബാൻഡിന് അതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പഴയ പൊസിഷനിലേക്ക് പോവില്ല അല്ലേ. അതായത് തിരിച്ചു പോവും, പക്ഷേ പഴയ പൊസിഷൻ വരെ എത്തില്ല. അങ്ങനെയല്ലേ? ഓക്കെ, അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ സ്റ്റീലിൻ്റെ കേസിലും. അപ്പം നമ്മുടെ സ്റ്റീൽ ഇവിടെ എന്താണ് ഈ പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി സ്ട്രെസ് ചെയ്തിട്ടാണ് ഉള്ളത് അല്ലേ, അതിനെ ടെൻഷൻ ചെയ്തിട്ടാണ് ഉള്ളത്, അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിലല്ല ഉള്ളത് അല്ലേ. കാരണം അതിൻ്റെ ഒറിജിനൽ ലെങ്ത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ടെൻഷൻ ചെയ്തു അല്ലേ. ടെൻഷൻ ചെയ്തിട്ട് അതിനെ വലിച്ചിട്ട് അല്ലേ, 2 സൈഡിൽ നിന്നും ടെൻഷൻ കൊടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്യുക ചെയ്യുന്നത്. റിലീസ് ചെയ്യുമ്പോൾ അത് പഴയ പൊസിഷനിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ആ പഴയ പൊസിഷനിലേക്ക് പോവാതെ നിൽക്കുന്നതുകൊണ്ടാണ്, ആ പഴയ പൊസിഷനിൽ പോവാതെ നിൽക്കുമ്പോൾ ആ പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള അതിൽ വരുന്ന ഫോഴ്സാണ് ഈ ഒരു പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൽ കംപ്രസീവ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ ഈ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത് തിരിച്ചു പോവാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ തിരിച്ചു പോവാൻ അതിനെ ശ്രമിപ്പിക്കുന്ന ആ ഒരു ഫോഴ്സാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സായിട്ട് ഈ ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചു പോവാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുവാണ്. ഫോഴ്സ് കൊടുത്തിട്ട് റിലീസ് ചെയ്ത് അത് പഴയ പൊസിഷനിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കുറച്ച് ഇലോങ്ങേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്, ചെറിയ രീതിയിലുള്ള. അപ്പോൾ ആ ഒരു ഇലോങ്ങേഷൻ അല്ലേ, ആ ഇലോങ്ങേഷനിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൾ നിൽക്കുകയാണ്, വർഷങ്ങളോളം നിൽക്കുകയാണ്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയുകയാണ്, റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് പഴയ പൊസിഷനിലേക്ക് പോവോ? ഇല്ല. റബ്ബർ ബാൻഡിൻ്റെ അതേപോലെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻഷൻ കൊടുത്തിട്ട് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി
കുറേ നാൾ ഉണ്ടാവും പഴയ പൊസിഷനിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ കുറേ നാൾ അങ്ങനെ പോകാൻ അനുവദിക്കാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവും, ആ സ്റ്റീൽ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവും. നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും പഴയ പൊസിഷനിലേക്ക് പോവില്ല മീൻസ് കുറച്ചൊന്ന് പോവുമായിരിക്കും, പക്ഷെ എന്നാലും ആ ഒരു പഴയ പൊസിഷനിലേക്ക് അത് എത്തില്ല. ഓക്കെ, അപ്പോൾ അതിന് തന്നെ ഒന്ന് ആ സ്റ്റീൽ തന്നെ ഒന്ന് റിലാക്സ്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി കൊടുത്തിട്ടുള്ള ആ ഒരു സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സ്ട്രെസ്സ് ഇപ്പോൾ ഇല്ല കുറേ നാൾ കഴിയുമ്പോൾ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി അതെന്ത് സംഭവിച്ചു, അത് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, അങ്ങനെ വരുന്ന ലോസാണ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ലോസ് ഓഫ് പ്രീ സ്ട്രെസ് ഒക്കേഴ്സ് ഡ്യൂ ടു റിലാക്സേഷൻ അണ്ടർ എ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ഇൻ സ്റ്റീൽ. ഓക്കെ, അപ്പോൾ ആ സ്റ്റീലിൽ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലേ ആ ഒരു സ്ട്രെയിനിൽ നിലനിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിയുമ്പം അത് തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവും. ഓക്കെ, അപ്പം ആ ഒരു പഴയ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല, തിരിച്ചു പോകാൻ അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ഓക്കെ, ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയിൽ നിന്ന് ലോസ് ആയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ആ സംഭവിച്ചിരിക്കുന്ന ലോസാണ് ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്ട്രെസ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഓൾസോ ഡിപ്പെൻഡ് അപ്പോൺ ടൈപ്പ് ഓഫ് സ്റ്റീൽ, ഇനീഷ്യൽ പ്രീ സ്ട്രെസ്, ഏജ് ആൻഡ് ടെമ്പറേച്ചർ. ഇപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഈ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം അല്ലേ, എത്ര നാൾ നമ്മൾ അതിനെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ട്രെയിനിൽ അതിനെ നിലനിർത്തി എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഓൾസോ എന്തൊക്കെയാണ് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്, ഇനീഷ്യലി കൊടുക്കുന്ന ആ പ്രീ സ്ട്രെസ് അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് അല്ലെങ്കിൽ ആ പ്രീ സ്ട്രെസ്. ഓക്കെ, ആ പ്രീ സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ടൈം ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നതിൽ ഏജ് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം എത്ര സമയം അല്ലെ എത്ര നാൾ ആയിട്ട് ആ പർട്ടിക്കുലർ സ്ട്രെയിനിലാണ് ഈ ഒരു സ്റ്റീൽ ഉള്ളതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ലോസ് എത്ര ശതമാനം വരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിൻ്റെ എത്ര ശതമാനം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ലോസ് ഈസ് അബൌട്ട് 1 to 8% ഓഫ് പ്രീ സ്ട്രെസ്. അതായത് ഇനീഷ്യൽ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സിൻ്റെ ഏകദേശം 1 മുതൽ 8% വരെയാണ് റിലാക്സേഷൻ ലോസസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത്. റിലാക്സേഷൻ ലോസ് ഇൻ സ്റ്റീൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത്ര പെർസെൻറ്റേജ് തരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അതായത് ഇനീഷ്യൽ പ്രീ സ്ട്രെസ് തന്നു കഴിഞ്ഞാൽ റിലാക്സേഷൻ ലോസിൻ്റെ പെർസെൻറ്റേജ് ഇത്രയാന്ന് തന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ എത്രയാണ് ലോസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് വലിയ വിഷയമുള്ള കാര്യമില്ല, ഇത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് നോക്കാം. ക്ലോസ് 19.5.2.3 ഒരു ടേബിൾ അതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാം. ടേബിൾ 6. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ സീരിയൽ നമ്പർ ഇനീഷ്യൽ സ്ട്രെസ് അപ്പം 0.5 FP, 0.6 FP, 0.7 FP, 0.8 FP എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ FP എന്ന് പറയുന്നത് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് പ്രീ സ്ട്രെസ്സിങ് സ്റ്റീൽ. ഓക്കെ, അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, എത്ര മാക്സിമം എത്ര അതിന് താങ്ങാൻ പറ്റും, എത്ര സ്ട്രെസ് വരെ അതിന് താങ്ങാൻ പറ്റും എന്നുള്ളതാണ് FP. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. FE 415 415 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. പക്ഷേ നമ്മൾ ഇതിൽ പ്രീ സ്ട്രെസ് കോൺക്രീറ്റിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റീൽ എന്ന് പറയുന്നത് ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് അല്ലേ, നല്ല ടെൻഷൻ ഹൈ ടെൻഷൻ്റെ സ്റ്റീലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ 0.5 ആണ് നമ്മൾ അതിൽ കൊടുക്കുന്ന ഇനീഷ്യൽ സ്ട്രെസ് എങ്കിൽ. നോർമൽ റിലാക്സേഷൻ അതുപോലെ ലോ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്, അത് 0 ആണ്. 0.6 FP ആണെങ്കിൽ ഏകദേശം റിലാക്സേഷൻ ലോസ് 3% ആയിരിക്കും, നോർമലിൽ ലോ 1 ആയിരിക്കും. അപ്പോൾ അതുപോലെ ഓരോ കേസിൽ നമ്മൾ എത്രമാത്രം അതിൽ സ്ട്രെസ്സ് ചെയ്യുന്നുണ്ട്, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സ്ട്രെസ്സ് നമ്മൾ ഇതിൽ ഇനീഷ്യലി കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും റിലാക്സേഷൻ ലോസ് വരിക. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മുതൽ 8% വരെയാണ് റിലാക്സേഷൻ ലോസ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? നോർമലി വരുന്നത് 1 മുതൽ 8% വരെയാണ്. ഓക്കെ, അപ്പം ഇൻ കേസ് ഇപ്പം ഇതുപോലത്തെ വല്ല കേസുകളാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളതെങ്കിൽ, അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീലിൻ്റെ
0.5 ആണ് ഇനീഷ്യലി കൊടുക്കുന്ന സ്ട്രെസ് എന്നോ അതുപോലെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമൽ റിലാക്സേഷൻ്റെ കേസിൽ നിന്ന് എടുക്കാം എത്രയാണ് പെർസെൻറ്റേജ് വരിക എന്നുള്ളത്. 0.6 FP ആണ് വരുന്നതെങ്കിൽ നമുക്ക് 3% എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അങ്ങനെ ആ രീതിയിൽ നോർമൽ റിലാക്സേഷൻ്റെ കേസിൽ നമുക്ക് എടുക്കാം. ഓക്കെ, അതേപോലെ ഫോർ ലോങ് ടേം റിലാക്സേഷൻ ലോസസ് ദ വാല്യൂ ഓഫ് റിലാക്സേഷൻ ലോസസ് ഗിവൺ ഇൻ ടേബിൾ 6 മേ ബി മൾട്ടിപ്ലൈഡ് ബൈ 3. ഓക്കെ, അപ്പോൾ ലോങ് ടേം റിലാക്സേഷൻ ലോസ് ആണെങ്കിൽ ഈ ടേബിളിൽ 6 തന്നിട്ടുള്ള ഈ നോർമൽ റിലാക്സേഷൻ്റെ വാല്യൂവിനെ മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യാം. ഓക്കെ, അപ്പോൾ ലോങ് ടേം റിലാക്സേഷൻ ലോസസും നമുക്ക് കിട്ടും. ജസ്റ്റ് ക്ലിയർ ആയോ? മാക്സിമം നമുക്കിത് ക്വസ്റ്റ്യൻ ഇത്ര പെർസെൻറ്റേജ് ആണ് റിലാക്സേഷൻ ലോസ് എന്നുള്ളത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇൻ കേസ് ഇപ്പം ഇനീഷ്യൽ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ ഇത്രയാണ് 0.5 അല്ലെങ്കിൽ 0.7 ആണ് നമുക്ക് ഇനീഷ്യലി ആ സ്റ്റീലിലേക്ക് കൊടുത്തിട്ടുള്ള സ്ട്രെസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിലാക്സേഷൻ ലോസ് എന്നുള്ളത് 0.7 ആണെങ്കിൽ 5% ആണ് റിലാക്സേഷൻ ലോസ് എന്നുള്ളത് നമുക്ക് ടേബിൾ 6 നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 4 ലോസസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലോസിലേക്ക് പോവാം. ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ ലോസ് ഏത് ടൈപ്പിലാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആങ്കറേജ് ഏത് ടൈപ്പ് ഓഫ് പ്രീ സ്ട്രെസ്സിങ്ങിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടെൻഷനിങ്ങിലാണ് വരുന്നത്? ആങ്കറേജ് എന്ന് പറയുന്ന ടേം വരുന്നത്, അല്ലെങ്കിൽ ആങ്കറേജ് വരുന്നത് ഏത് ടൈപ്പ് ടെൻഷനിങ്ങിലാണ്? പ്രീ ടെൻഷനിങ്ങിലാണോ പോസ്റ്റ് ടെൻഷനിങ്ങിലാണോ ആങ്കറേജ് വരുന്നത്? പോസ്റ്റ് ടെൻഷനിങ്ങിലാണ് അല്ലേ? കാരണം പോസ്റ്റ് ടെൻഷനിങ്ങിലാണ് ആങ്കറേജ് മുഖേന നമ്മളതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അല്ലേ? എന്നിട്ട് ആങ്കറേജ് വെഡ്ജസിലൂടെ ആ പ്രീസ്ട്രെസ്സിങ് ഫോഴ്സ് കോൺക്രീറ്റിലേക്ക് വരുന്നത് പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിലാണ്. അപ്പോൾ ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റത്തിലാണ്. ഓക്കെ, ഇൻ മോസ്റ്റ് പോസ്റ്റ് ടെൻഷനിങ് സിസ്റ്റംസ് when the cable is tensioned and the jack is released to transfer pre-stress to concrete, the friction wedges employed to grip the wires slip over a small distance before the wires are firmly housed between the wedges. ഓക്കെ, ഇതെങ്ങനെയാണ് ഈ ലോസ് വരുന്നതെന്നുള്ള മനസ്സിലായോ? പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ നമ്മൾ ജാക്ക് യൂസ് ചെയ്തിട്ട് ടെൻഷൻ കൊടുത്തിട്ട് ജാക്ക് റിലീസ് ചെയ്യുമ്പോൾ ഈ ആങ്കറേജ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ വയേഴ്സിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, തിരിച്ചു പോവാതെ പിടിച്ചു വെക്കുന്നത് ഈ ആങ്കറേജസ് ആണ് ടൈറ്റായിട്ട് ഈ വയേഴ്സ് തിരിച്ചു പോവാതെ പിടിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇനീഷ്യലി അതിനെ ടെൻഷൻ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ആങ്കറേജ് 2 എഡ്ജിലും ടൈറ്റായിട്ട് പിടിച്ച് നിൽക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ രീതിയിലൊന്ന് സ്ലിപ്പാവും. മനസ്സിലായോ? സ്ലിപ്പാവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതായത് ഇത് ടൈറ്റായി വരുന്നതിന് മുമ്പായിട്ട്, അതായത് ഈ ആങ്കറേജ് ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടെൻഷൻ കൊടുത്ത് റിലീസ് ചെയ്യുമ്പോൾ ഇത് ടൈറ്റായി പിടിക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോകും, അല്ലെങ്കിൽ ചെറിയൊരു ലെങ്ത്തിലൊരു ചേഞ്ച് വരും. എന്നിട്ടാണ് അതിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. നമ്മൾ ഇനീഷ്യലി കൊടുക്കുന്ന ആ ഒരു പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് പൂർണ്ണമായിട്ടും ഇതിലേക്ക് വരണമെന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഈ വയേഴ്സിലേക്ക് വരണമെന്നില്ല. കാരണം നമ്മളതിനെ മാക്സിമം സ്ട്രെസ് ചെയ്തിട്ട് ടെൻഷൻ കൊടുത്തിട്ട് സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ അതിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ആങ്കറേജ് വെഡ്ജ് ഉടനെ തന്നെ അതിനെ ടൈറ്റായിട്ട് പിടിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഒന്ന് റിലീസായിട്ട് പിടിക്കാനാണ് ചാൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലോസ് നമ്മളെ പോസ്റ്റ് ടെൻഷനിങ്ങിൻ്റെ കേസിൽ വരാം. ആ ലോസാണ് ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ. അതായത് ഈ 2 സൈഡിൽ നിന്നും ഈ ജാക്ക് യൂസ് ചെയ്തിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യും, അങ്ങോട്ട് ടെൻഷൻ കൊടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഈ ജാക്ക് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ആങ്കറേജ് ഉള്ളത്. ആങ്കറേജ് ഇതാണ്. അപ്പോൾ ആങ്കറേജ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്യുമ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ഹോൾഡ് ചെയ്ത് നിർത്തും. അപ്പോൾ ഹോൾഡ് ചെയ്ത് നിർത്തുമ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആങ്കറേജ് വെഡ്ജിലൂടെ, ഈ ആങ്കറേജിൻ്റെ വെഡ്ജ്, അതായത് ഈ അറ്റം ഇതുമായിട്ട് കോൺക്രീറ്റ് ബീമുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോർഷൻ, കോൺക്രീറ്റ് പോർഷനായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന പോർഷനിലൂടെ ആ പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇതിലേക്ക് വരിക ചെയ്യാം. ഓക്കെ, പ്രീ ടെൻഷനിങ്ങിൻ്റെ കേസിൽ ഈ ടെൻഡൻസും അതുപോലെ തന്നെ ഈ കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ടിങ്ങിലൂടെയാണ് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഈ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ബീമിലേക്ക് വരുന്നത്. ഇവിടെ ഈ 2 സൈഡിലും ആക്ട് ചെയ്യുന്ന വെഡ്ജിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഇതിനെ ജാക്കിലൂടെ ടെൻഷൻ കൊടുത്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ
റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആങ്കറേജ് ഉടനെ തന്നെ ഇത് പിടിക്കില്ല. അതായത് ആ ആങ്കറേജിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്തിട്ടാണ് ടൈറ്റ് ആവുള്ളൂ. ഓക്കെ, അതായത് ഇത് ടൈറ്റായിട്ട് പിടിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ചെറിയ രീതിയിലൊന്ന് ഇതുപോലെ മൂവ് ചെയ്തിട്ടാണ് ഇതിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, റിലീസ് ചെയ്ത ഉടനെ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ആവുന്നില്ല. ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, ആങ്കറേജിൻ്റെ അവിടെ നിന്ന് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ലിപ്പായിട്ട് അവിടെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആങ്കറേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആങ്കറേജ് അതിനെ ടൈറ്റായിട്ട് രണ്ട് സൈഡിൽ നിന്നും അതിനെ ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയ രീതിയിലൊന്ന് സ്ലിപ്പാവും. അതാണ് ആങ്കറേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജാക്കിലൂടെ ടെൻഷൻ ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ ആ ആങ്കറേജ് അതിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ആങ്കറേജിൽ നിന്ന് ചെറിയ രീതിയിൽ സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ലിപ്പ് മുഖേന നമ്മൾ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന ആ പ്രീ സ്ട്രെസ് ഈ ഒരു സ്ട്രക്ചറിലേക്ക് എത്തണം എന്നില്ല. ഓക്കെ, അപ്പോൾ ആ വരുന്ന ലോസാണ് ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. ഓക്കെ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സ്ലിപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വെഡ്ജ് ആൻഡ് ദ സ്ട്രെസ് ഇൻ ദ വയേഴ്സ്. അപ്പോൾ ഈ സ്ലിപ്പ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആ വെഡ്ജിൻ്റെ ടൈപ്പ്, ആ വെഡ്ജ് എങ്ങനെയാണ് അല്ലെങ്കിൽ ആങ്കറേജിൻ്റെ വെഡ്ജ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത് അതിനനുസരിച്ചായിരിക്കും, അതിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ തന്നെ ആ വയേഴ്സിലുള്ള സ്ട്രെസ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് സ്ട്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിൽ മൂവ്മെൻറ്റ് കൂടുതലുണ്ടാവാൻ അല്ലെങ്കിൽ സ്ലിപ്പ് കൂടുതലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ വെഡ്ജിൻ്റെ ടൈപ്പ് ഓരോ ടൈപ്പിനനുസരിച്ചാണ്. ഇപ്പം ചിലത് പെട്ടെന്ന് തന്നെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടാവും, അപ്പോൾ ലോസ് അതിൽ കുറവായിരിക്കും. ചിലപ്പോൾ ഒന്ന് ചെറുങ്ങനെ മൂവ് ചെയ്തിട്ടായിരിക്കും നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ വെഡ്ജിൻ്റെ ടൈപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ എത്രയാണ് സ്ലിപ്പ് ഇതിൽ വരുന്നതെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സ്ലിപ്പ് വരുന്നത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. The magnitude of the loss of stress due to the slip in anchorage is computed as follows. അപ്പം ഈ ലോസ് ഓഫ് സ്ട്രെസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ആങ്കറേജിൽ ഉണ്ടാകുന്ന സ്ലിപ്പ് മുഖേന എങ്ങനെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ലോസിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇഫ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഓഫ് ആങ്കറേജ് ഇൻ mm. ഓക്കെ, ഡെൽറ്റ എന്ന് പറയുന്ന സ്ലിപ്പാന്ന് കൺസിഡർ ചെയ്തോ. L ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കേബിൾ, A ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കേബിൾ millimeter square. ES is equal to modulus of elasticity of the cable Newton per millimeter square. P എന്ന് പറയുന്നത് പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ഇൻ ദ കേബിൾ. ഓക്കെ, ന്യൂട്ടണിൽ. അതാണ് നമ്മുടെ ലോസ്, അല്ലെങ്കിൽ എത്ര പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് ലോസ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് P എന്നുള്ള രീതിയിൽ എടുക്കാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ലോസ് ഓഫ് പ്രീ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ലോസ് ഇപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണല്ലോ, ആങ്കറേജ് സ്ലിപ്പ് എന്താണെന്നുള്ള ക്ലിയർ ആണല്ലോ. വേണമെങ്കിൽ ഞാൻ വേറെ രീതിയിലും കൂടി പറയാം. ഇപ്പം എന്താണ് ആങ്കറേജിൻ്റെ ലെങ്ത്ത്, അല്ലെങ്കിൽ ആ കേബിളിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് 10 മീറ്റർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അതിനെ ടെൻഷൻ ചെയ്യുമ്പോൾ ആ 10 മീറ്റർ എന്നുള്ളതിനെ 11 മീറ്ററിലേക്കാക്കി, നമ്മളതിനെ വലിച്ച് 11 മീറ്റർ ആക്കി ആണ് അതിനെ ടെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എക്സാമ്പിളാണ്. അപ്പോൾ അതിനെ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ പഴയ പോസ്റ്റിലേക്ക് പോകാൻ 10 മീറ്ററിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ 10 മീറ്ററിലേക്ക് പോവാതെ ആ 11 മീറ്ററിൽ തന്നെ അതിനെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ ലോസ് ഇല്ല തീരെ. ഓക്കെ, അപ്പോൾ 11 മീറ്ററിൽ നമ്മൾ ടെൻഷൻ ചെയ്തപ്പം അതിൽ ഡെവലപ്പ് ചെയ്ത സ്ട്രെസ് ഇപ്പം 1000 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമ്മളതിനെ ടൈറ്റ് ചെയ്ത് ഇപ്പം കറക്റ്റ് ആ 11 മീറ്ററിൽ തന്നെ നിർത്തിക്കൊണ്ട് നമ്മളതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ 11 മീറ്ററിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ സ്ട്രെസ്സ് പൂർണ്ണമായിട്ടും നമുക്ക് ആ കോൺക്രീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോസ് ഒന്നും വരുന്നില്ല. പക്ഷേ ആ 11ലേക്ക് നമ്മൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളതിനെ റിലീസ് ചെയ്യുമ്പോൾ ആ ചെറുപ്പം ആ ആങ്കറേജിന്, അല്ലെങ്കിൽ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, രണ്ട് സൈഡിലും ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ആ ആങ്കറേജിന് ചിലപ്പം കറക്റ്റ് ലെവലിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അത് 10.9 ആയി പോവാം. കാരണം ഒന്ന് അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ഫോഴ്സ് കാരണം, ആ ഇനീഷ്യൽ സ്ട്രെസ് കാരണം ചെറുങ്ങനെ ഒന്ന് നീങ്ങിപ്പോവാം. എന്നിട്ടായിരിക്കും അവിടെ ഹോൾഡിങ് സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു 10.9 മീറ്റർ ലെങ്ത്തിലാണ് അതിനെ പിടിച്ചു നിർത്താൻ പറ്റിയുള്ളൂ. 10 മീറ്ററുള്ള സാധനം 11ലേക്ക് നമ്മൾ നീട്ടി, എന്നിട്ട് അതിനെ ഒരു റിലീസ് ചെയ്തപ്പോൾ 11ൽ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല, 10.9 പിടിച്ചു നിർത്താൻ പറ്റി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ലോസ് ഉണ്ടായി അല്ലേ, ലെങ്ത്തിലൊരു ചേഞ്ച് ഉണ്ടായി. അതായത് അത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആങ്കറേജിൽ ഉണ്ടായിട്ടുള്ള സ്ലിപ്പ് മുഖേനയാണ്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സ്ലിപ്പ് ഓഫ് ആങ്കറേജ് എന്ന് പറയുന്നത്
ഡെൽറ്റയാണ്. ഓക്കെ, അപ്പോൾ ആ സ്ലിപ്പ് മുഖേന നമ്മൾ ഇനീഷ്യലി കൊടുത്തിരിക്കുന്ന ആ 1000 Nm/mm² എന്ന് പറയുന്ന സ്ട്രെസ്സ് പൂർണ്ണമായിട്ട് ആ ഒരു സ്ട്രക്ചറിലേക്ക് വരില്ല. ആ ഒരു ലെങ്ത് ചേഞ്ച് ഉണ്ടായത് കാരണം അവിടെ ഒരു സ്ട്രെസ്സിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഡെൽറ്റ കാരണം. ഓക്കെ, ആ ലോസാണ് നമ്മുടെ ലോസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. ഓക്കെ, ഇനിയും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ടേംസ് ഒക്കെ ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ചേഞ്ച് ഇൻ ലെങ്ത് ഇക്വേഷൻ PL/A = ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ നമുക്കിതിലേക്ക് കൊണ്ടുവരാം. ദെൻ PL/A × ES = ഡെൽറ്റ. ഇതാണ് നമ്മുടെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലിപ്പായിട്ടുള്ളത് എത്രയാണ്? ഈ ഡെൽറ്റ എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ഈ സ്ലിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? P/A എന്ന് പറയുന്ന ആ സ്ട്രെസ് അല്ലേ. അപ്പോൾ P/A എന്ന് പറയുന്ന ടേം ആക്കി മാറ്റിയാൽ മതി ഇപ്പുറത്ത്. PL/A = ഡെൽറ്റ. അപ്പോൾ ഈ ഡെൽറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈ സ്ലിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സ്ട്രെസ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ലോസ് ആയത്. ഓക്കെ, അപ്പോൾ ഈ സ്ലിപ്പിൻ്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷന് P/A എന്നുള്ളതാണ് സ്ട്രെസ് അല്ലേ, ലോഡ് ബൈ ഏരിയ. അപ്പോൾ L ഇപ്പുറത്തേക്ക് വന്നാൽ ഡെൽറ്റ/L ആയി, ES ഇപ്പുറത്തേക്ക് വന്നാൽ ഡെൽറ്റ × ES ആയി. അപ്പോൾ ഡെൽറ്റ × ES/L എന്ന് പറയുന്നതാണ് P/A. അതാണ് നമ്മുടെ സ്ട്രെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ P/A = ഡെൽറ്റ × ES/L. അപ്പോൾ P/A = ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. അപ്പോൾ ഈ ഡെൽറ്റ സ്ലിപ്പ് കാരണം ഈ ഒരു സ്റ്റീലിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് ഈ P/A വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ P/A = ES × ഡെൽറ്റ/L. ഇത് ക്ലിയർ ആയോ? ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് P/A ലോസ് ഓഫ് സ്ട്രെസ് P/A = ES × ഡെൽറ്റ/L. അപ്പോൾ ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, a concrete beam is post-tensioned by a cable carrying an initial stress of 1000 Nm/mm². അപ്പോൾ ഇനീഷ്യൽ സ്ട്രെസ് സിഗ്മ = 1000 Nm/mm² ആണ്. ഓക്കെ, പോസ്റ്റ് ടെൻഷൻഡ് ആണ് കോൺക്രീറ്റ് ബീം. ഓക്കെ, ദ സ്ലിപ്പ് അറ്റ് ദ ജാക്കിംഗ് എൻഡ് വാസ് ഒബ്സർവ്ഡ് ടു ബി 5 mm. അപ്പോൾ സ്ലിപ്പ് ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 5 mm ആണ്. ഓക്കെ, the modulus of elasticity of steel is 210 kN/mm². ഓക്കെ, ESൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ്. അപ്പോൾ ആങ്കറേജ് സ്ലിപ്പ് മുഖേനയുള്ള പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇഫ് ദ ലെങ്ത് ഓഫ് ദ ബീം ഈസ് A 30 meter and B 3 meter. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് എപ്പോഴൊക്കെ? ഈ ബീമിൻ്റെ ലെങ്ത്ത് 30 മീറ്റർ ആകുമ്പോഴും അതുപോലെ തന്നെ ബീമിൻ്റെ ലെങ്ത്ത് 3 മീറ്റർ ആകുമ്പോഴും. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഗിവൺ ഡാറ്റ ഇനീഷ്യൽ പ്രീ സ്ട്രെസ് സിഗ്മ = 1000 Nm/mm², സ്ലിപ്പ് ഡെൽറ്റ = 5 mm, ES യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ = 210 kN/mm². ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസ് കണ്ടുപിടിക്കാം, എന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഓക്കെ, ലോസ് ഓഫ് സ്ട്രെസ് ഡ്യൂ ടു ആങ്കറേജ് സ്ലിപ്പ് = ES × ഡെൽറ്റ/L എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫോർ 30 മീറ്റർ ലോങ് ബീം എടുക്കാം. 30 മീറ്റർ ലോങ് ബീം ലോസ് ഓഫ് സ്ട്രെസ് = അപ്പോൾ L ഇവിടെ 30 ആണ്. ഓക്കെ, അപ്പോൾ 210 × 10³ × 5, അതായത് ES എന്ന് പറയുന്നത് 210 × 10³ ആണ്, Nm/mm². ഡെൽറ്റ 5 mm ഡിവൈഡഡ് ബൈ ലെങ്ത്ത് 30 മീറ്റർ ആണ്. അപ്പോൾ 30 × 10³ mm ആയിരിക്കും, mmലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ലോസ് ഓഫ് സ്ട്രെസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 35 Nm/mm² കിട്ടും. അപ്പോൾ പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ 35 ആണ് ലോസ് ആയിട്ടുള്ളത്. ഇനീഷ്യലി ഉള്ള സ്ട്രെസ് 1000 Nm/mm² ആണ്. അപ്പോൾ 35 ഡിവൈഡ് ബൈ 1000 × 100 3.5%. ഓക്കെ, രണ്ടാമത്തെ കേസ് ഫോർ 3 മീറ്റർ ലോങ് ബീം. അപ്പോൾ ലോസ് ഓഫ് സ്ട്രെസ് ആങ്കറേജ് സ്ലിപ്പ് കാരണമുള്ള ലോസ് ES 210 × 10³ × ഡെൽറ്റ 5 divided by length 3 × 10³ that is equal to 350 Nm/mm².
പെർസെൻറ്റേജ് ലോസ് ഓഫ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു 350 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 35%. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും നമ്മളിവിടെ കണ്ടുപിടിച്ചു. 3 മീറ്റർ ലോങ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീമിൻ്റെ പെർസെൻറ്റേജ് ലോസും കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ 30 മീറ്റർ ലോങ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീമിൻ്റെ പെർസെൻറ്റേജ് ലോസും കണ്ടുപിടിച്ചു. ഓക്കെ, ഇത് ക്ലിയർ ആണോ? അപ്പോൾ ഇതുവരെ പഠിച്ച 5 ലോസസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് ലോസ് ആയിട്ടുള്ള ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.